ശ്രീമുഖി ഔസല്യാമൃതലക്ഷ്മീം സുതിര സങ്കീർത്തനാദി സാമാംഗീ മനസിദ്ധസൗഖ്യ അമൃതാനന്ദാത്മികാമീശ്വരി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം സ്മൃതിപുരാണാനാം സൗത്രഭാഷകൃതോ വന്ദേ ഈശ്വരോ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ. അധ്യായം 2 സൈത്വർണനാഭിസ്തനുനോച്ഛരേ യഥാഗ്രേ ക്ഷുദ്രാ വിസ്ഫുലിംഗ വിച്ചരന്തി ഏവമേവാസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിച്ചരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി. പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. വിജ്ഞാനമയസ്യൈവ ഹി പ്രകരണ. ഈ ഉപനിഷത്ത് ആരെക്കുറിച്ചാണ്? അതാണ് ഇവിടുത്തെ ചർച്ച. ശബ്ദാദിഭുജ ഈ ഉപനിഷത്ത് അഹോസിത് അസംസാരണ കസ്യചിത്. ഈ വിഷയങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അസംസാരിയെന്നാണ്. അപ്പോൾ അതിന് സംസാരി എന്നുള്ള പക്ഷമാണ് ഇവിടെ ചിന്തിക്കുന്നു. ഉപനിഷത്ത് വിചാരം, ആ വിചാരത്തിലൂടെ ഗ്രഹിക്കേണ്ടത് ആരെയാണ്? സംസാരിയാണോ അസംസാരിയാണോ? അങ്ങനെ നേരിട്ട് പറയുന്ന അർത്ഥം. പക്ഷെ അതിന്റെ താല്പര്യം ഏത് രീതിയിൽ വരാമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടങ്ങനെ ഒരു ചർച്ച വേണ്ടി വരുന്നു? ആത്മാന്വേഷണത്തിൽ, അതായത് ആത്മബോധത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരുവന്റെ ബുദ്ധി ആത്മബോധത്തിൽ അല്ലാതെ അതിന് വിപരീതമായ ഏതെങ്കിലും ഒരു ബോധത്തിൽ ഉറച്ചു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ശ്രോതാവിന്റെ ആ സ്വരൂപ ബോധത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ സ്വരൂപം ഇന്നതാണ് എന്ന് വ്യക്തമായി പ്രകാശിപ്പിച്ചിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് വീണ്ടും മനസ്സിന് വികല്പങ്ങളെ ഉണ്ടാക്കിയല്ലേ. അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വിപരീത ബുദ്ധി ഉറച്ചിട്ടില്ലെങ്കിൽ, അതിന് ശരിയായൊരു ബുദ്ധിയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല.
അതാണ് പറയുന്നത്. ഒരു ശാസ്ത്രവും ഉപനിഷത്ത് ഭഗവത്ഗീത തന്നെ അത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുള്ളതല്ല. ഗീതയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു അർജുനൻ നിമിത്തി അവിടെ ഒരു പ്രതീകമായ ഒരാളിനെ എടുക്കുന്നു. എന്നിട്ട് ആ നിമിത്തത്തെ വെച്ചുകൊണ്ട് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയല്ല. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾക്ക് ഒരു സമയം ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയത്ത് പറയുന്നു യുദ്ധസ്വ ഭാരത, യുദ്ധം ചെയ്യാൻ പറയുന്നു. പിന്നീട് പറയുന്നത് എന്താണ്? വിവിക്ത സേവി ലഘുവാശി. സർവധർമാൻ പരിത്യജ്യ. അപ്പൊ ഇവിടെ പലരെ കണ്ടുകൊണ്ട് പറയണം. ഓരോരുത്തർക്കും ഓരോന്ന്. തത്വമസി എന്നുള്ള ഉപദേശത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് സ്വരൂപബോധം വന്നു കഴിഞ്ഞാൽ, സ്വരൂപ നിശ്ചയം വന്നു കഴിഞ്ഞാൽ, യഥാർത്ഥ നിശ്ചയം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല. അവര് പിന്നീട് ഇത് എന്തിനാ ഇങ്ങനെ വികല്പങ്ങളുണ്ടാക്കുന്നത്, വീണ്ടും ചോദ്യങ്ങളും. അങ്ങനെയൊരു പ്രശ്നം അത്തരം ഒരു ശ്രോതാവിന്റെ മനസ്സിൽ നിന്ന് വരത്തില്ല എന്നുണ്ട്. അവരെ സംബന്ധിച്ച് പിന്നീട് വികല്പം വരുന്നില്ല. ഏതൊരു തത്വത്തിലാണോ തനിക്ക് ദൃഢബോധം വന്നത് അതിൽ മാറ്റം വരുന്നില്ല. എങ്ങനെ അറിയാം? ആ വിഷയത്തിൽ പിന്നീട് സംശയങ്ങൾ വരുന്നില്ല. ആ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അജ്ഞാനം ശേഷിക്കുന്നിടത്താണ് സംശയം വരുന്നത്. തൂണിനെ കണ്ടിട്ട് ഇത് പുരുഷനാണോ എന്ന് സംശയിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ തൂണിനെ സംബന്ധിച്ചുള്ള അജ്ഞാനമുള്ളതുകൊണ്ടാണ്. നല്ല വെളിച്ചമാണ്, അയാൾ നേരിട്ട് കാണുന്നു, അപ്പോൾ തൂണിനെ തൂണായി കാണുന്നു, പിന്നെ സംശയമില്ല. അജ്ഞാനം അവശേഷിച്ചാൽ അവിടെ സംശയം വരും. അപ്പോൾ ഒരുവനിത്, ഒരു ശ്രോതാവിന് ആ ബോധം ശരിയായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അജ്ഞാനമില്ല, സംശയമില്ല. പക്ഷെ അധികാരികൾ പലതരത്തിലാണ്. ചിലർക്ക് സംശയം വരും, ചിലർ വിപരീത നിശ്ചയത്തിൽ ഉറച്ചുപോകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആണ് ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. അതിനെക്കുറിച്ച് ശരിയായ ബോധമുള്ളവൻ പരാതി പറയത്തില്ല. ഇത് വികല്പങ്ങളെ ഉണ്ടാക്കുന്നില്ലേ, ഇല്ലാത്ത സംശയങ്ങളെ സൃഷ്ടിക്കുന്നില്ലേ, അത് സംഭവിക്കത്തില്ല. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? അസംസാരിയാണ്. ഇവിടെ ഇന്ന് സിദ്ധാന്തി പൂർവക്ഷി പറയുന്നു എന്താണ്? ഇത് സംസാരിയാണ്. സംസാരിയാണെന്ന് വരുമ്പോൾ നേരത്തെ പറഞ്ഞ അസ്മാദാത്മന പ്രാണ, ഈ ജഗത് സൃഷ്ടിയല്ല സംസാരിയാണെന്ന് വരും. അങ്ങനെയുള്ള സംസാരി എങ്ങനെയുള്ളവൻ എന്നുള്ളതിനെ കുറിച്ച് പിന്നെ ചർച്ച വരും. ഇവിടെ ഉപനിഷത്ത് നേരിട്ട് നോക്കിയാൽ ഉപനിഷത്ത് വാക്യങ്ങളെ നേരിട്ടർത്ഥം ഗ്രഹിച്ചാൽ സംസാരി എന്നുള്ള അർത്ഥവും കിട്ടും. ഭാഷ്യകാരനും അംഗീകരിക്കുന്ന കാര്യമാണ്. ഉപനിഷത്തിലെ പല വാക്യങ്ങളെയും ആ രീതി വ്യാഖ്യാനിക്കാം. അത്തരം വാക്യങ്ങളാണ് അടുത്ത് കാണിക്കുന്നത്. സമാന പ്രകടനയിച്ച ശ്രുത്യന്തിരി കൗശീതകിനാം ആദിത്യാദി പുരുഷാൻ പ്രസ്തുത്യ. ഇതുപോലെ വിജ്ഞാനമേനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങൾ ഇവിടെ തന്നെ സഹോവാചയോ ബാലാക യഥേഷാം പുരുഷാണാം കർത്ത യസ്യ കർമ്മ സവൈ വേദിതവ്യ. ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഏതൊരുവനാണ്, ഈ ജഗത്ത് ഏതൊരുവന്റെ പ്രവൃത്തിയുടെ ഫലമാണ്, അവനെ അറിയേണ്ടതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇനി പ്രബുദ്ധസ്യ വിജ്ഞാനമേസ്യ വേദിതവ്യതാം ദർശയതി നാർത്ഥാം ദർശ.
ഉണർന്നിരിക്കുന്ന ജീവൻ, അവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള തരത്തിൽ അവിടെ പറയുന്നുണ്ട്. ഈ സൃഷ്ടിക്ക് ഈ ജീവനല്ലാതെ മറ്റൊരുവനില്ല, ഈ സംസാരിയല്ലാതെ മറ്റൊരുവനില്ല. സാധാരണ പറയാറുണ്ടല്ലോ, ഞാനിങ്ങനെ ഉണർന്ന് കാണുന്നു, അതുകൊണ്ട് ഈ ലോകമൊക്കെ ഉണ്ട്, ഞാൻ കാണുന്നില്ലെങ്കിൽ ലോകമില്ല എന്ന് പറയാറുണ്ടല്ലോ. തഥാച ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ഇത്യുക്ത്വാ സൈവ ആത്മാ പ്രിയ പ്രസിദ്ധ തസ്യൈവ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ നിരിധ്യാസിതവ്യതാം ദർശനം. ഇതെല്ലാം ഇനി പറയാൻ പോകുന്ന കാര്യമാണ് അവിടെ വിശദീകരിക്കും. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി, ആത്മകാമത്തിനു വേണ്ടിയാണ് സർവവും പ്രിയമായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, അവനാണ് ദ്രഷ്ടവ്യ ശ്രോതവ്യം മന്തവ്യം, അവനെയാണ് കേൾക്കേണ്ടത്, മനനം ചെയ്യേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത്. എന്നിങ്ങനെ പറയുന്നു. തഥാച എന്നുവെച്ചാൽ അതെല്ലാം സംസാരിയെക്കുറിച്ചാണ്. വിദ്യ ഉപന്യാസകാലേ മുമ്പ് വന്ന ഭാവം പറയുന്നു. വിദ്യാപന്യാസകനെ വെച്ച് ആത്മീയത്വം ഉപാസീത തദ്ദേതത് പ്രേത്യ പുത്രാത്മയോ വൃത്താ തദാത്മാനമേവ ആവേദ അഹം ബ്രഹ്മാസ്മി ഇത്യുമാദി വാക്യാനാം ആനൂമ്യം സ്യാദ് പരാഭാവേ. ഈ വാക്യങ്ങൾക്കെല്ലാം ഒരു യോജിപ്പ്, ഒന്നും മറ്റൊന്നിനോട് ചേർന്ന് വരണം. എല്ലാത്തിൻ്റെയും താല്പര്യം ഒന്നാവണം. കാരണം ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ആത്മാ. ആത്മാന്ന് വെച്ചാൽ താൻ. ആത്മാ ഇത്യവ തന്നെ ഉപാസിക്കുക. ആത്മാനമേവ ആ വേദ, തന്നെ തന്നെ അറിഞ്ഞു. ഈ താനാരാ? ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ. എന്നെ ബ്രഹ്മ എന്നറിയണമെന്നാണ്. ഞാനാണ് ബ്രഹ്മ, ഞാനാണ് ഈ സൃഷ്ടിയെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഭാഗങ്ങളിലുള്ള ശബ്ദങ്ങളെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം തന്നെ കുറിച്ചാണ്. സംസാരിയായ തന്നെ കുറിച്ച്, ജനന മരണങ്ങളുള്ള തന്നെ കുറിച്ച്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന തന്നെ കുറിച്ച്. പരാഭാവേ, അതിനപ്പുറം ബ്രഹ്മം എന്ന് പറയുന്ന മറ്റൊന്നുമില്ല, ഞാൻ തന്നെ. ഉപനിഷത്തൊക്കെ വായിച്ചു പഠിക്കുന്ന പലരും ഇതുപോലെ പറയും, ബ്രഹ്മം ഞാൻ തന്നെ. പരൻ എന്നൊരു കാഴ്ചപ്പാടില്ല, നിരുപാധികമായ തത്വം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഞാനിപ്പോൾ എങ്ങനെയാണോ എന്നെ അനുഭവിക്കുന്നത്, ഇതിനപ്പുറം എന്നിൽ മറ്റൊന്നുമില്ല. ഭൗതികമായ കാഴ്ചപ്പാടാണല്ലോ. ഇനി സാധാരണഗതിയിൽ ഭൗതികമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളൊരു അന്വേഷണം നടക്കില്ല. ആരാണോ ഞാൻ, ആരാണോ ഈ അന്വേഷണം നടത്തിയാൽ തന്നെ പറയും ഞാൻ എന്താണ്, ഈ ബോധം, ഈ സ്ഫരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ഈ ശരീരവും മറ്റും കൊണ്ടു നടക്കുന്ന ഞാൻ എന്നുവെച്ചാൽ സംസാരി. എനിക്ക് സുഖദുഃഖങ്ങളുണ്ടെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. സുഖദുഃഖങ്ങളുണ്ടെങ്കിൽ പറയും സംസാരി. അപ്പോൾ ഈ ശ്രുതിയിൽ മുഴുവൻ പറയുന്നത് സംസാരിയായിരിക്കുന്ന എന്നെക്കുറിച്ചാണ്. പക്ഷേ ഇനിയും പറയുന്നുണ്ട് ആത്മാനം ചെയ്ത് വിജാനീയാതായും അസ്മീരി പുരുഷൻ. എന്നെ അറിയണം, ഞാനാണ് പുരുഷൻ. അപ്പോ എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. ഞാനാണ്, നീ ആരാ? ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. ഞാൻ രാമനാണ്, കൃഷ്ണനാണെന്നറിയുന്നു. അവിടെ ഞാൻ സംസാരി എന്നുള്ള അർത്ഥം എടുക്കുന്നതാണ് കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ ഈ തത്വത്തെ ഉപദേശിക്കുമ്പോൾ ആരെങ്കിലും ഭ്രമിക്കുന്നതിനും അർത്ഥമില്ല, വിപരീത നിശ്ചയം വരുന്നതിന് അർത്ഥമില്ല. കാരണം ഇത് നേരിട്ട് ബോധിപ്പിക്കുന്ന അങ്ങനെ ഒരർത്ഥമാണ്. പക്ഷെ ആത്മാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു സങ്കല്പം വരും. ആത്മാവെന്ന് വെച്ചാൽ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അതിന് പിന്നിലുള്ള ഒരു തത്വമാണ് എന്ന്.
എന്തുകൊണ്ട്? ഈ ആ ഒരു തത്വത്തെ സൂചിപ്പിക്കാൻ ആത്മശബ്ദം നിരവധി തവണ ഉപയോഗിച്ച് കേട്ട് പറഞ്ഞ് ശീലിച്ച് പരിചയം വന്നു. അതുകൊണ്ട് ആത്മാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ സംസാരിയല്ല എന്ന് ഒരു ബോധ്യം വരുന്നു. തൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സത്തയാണത് ബോധിപ്പിക്കുന്നത്, വെറും ആത്മാ. പക്ഷെ ആത്മശബ്ദത്തിന്റെ വാച്യാർത്ഥം, സാധാരണ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് താനെന്നേ ഉള്ളൂ അർത്ഥം. സംസ്കൃതത്തിൽ ഞാൻ എൻ്റെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ആത്മശബ്ദം. ആത്മനഃ മന എന്ന് പറഞ്ഞാൽ ഒരാത്മാവിന്റെ മനസ്സെന്നല്ല, എന്റെ മനസ്സ് എന്നാണ് എൻ്റെ അർത്ഥം. ആത്മന സുഖം എന്ന് പറഞ്ഞാൽ എന്റെ സുഖം എന്നാണ്. ആത്മാ ഏവ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നാണ് നേരിട്ടുള്ള അർത്ഥം. മലയാളത്തിൽ ഞാൻ എന്ന് പറയുന്നതിന് പേര് സംസ്കൃതത്തിൽ ആത്മാ എന്ന് ഉപയോഗിക്കുക. അങ്ങനെ ഒരു അർത്ഥം പ്രസിദ്ധമായിരിക്കെ ഉപനിഷത്തുകളിലെല്ലാം ഈ ശബ്ദം ആവർത്തിക്കുമ്പോൾ പ്രസിദ്ധമായ അർത്ഥത്തെ എന്തിനു വിടണം? പ്രസിദ്ധമായ അർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം പറയുന്നത് ആത്മാ, ഞാനെന്നുള്ള ഈ അനുഭവം കൊണ്ട് എനിക്ക് എന്നെ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമോ അതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാനെന്നുള്ള അനുഭവം കൊണ്ട് ഞാൻ എൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള എൻ്റെ മനസ്സും കർണങ്ങളും ഉൾപ്പെടെ ഉള്ള ഈ ഒന്നിനെ ഉൾക്കൊള്ളുന്നു, അതാണ് ഞാൻ. അതുകൊണ്ടിവിടെ ബോധിപ്പിക്കുന്നതാ ഞാൻ എന്നെ സംസാരിയായിരിക്കുന്ന ഞാൻ. എന്താ? ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു, ബന്ധത്തിൽപ്പെട്ടിരിക്കുന്നു, മോക്ഷത്തെ സ്വപ്നം കാണുന്നു. ആത്മാനം ചേത് വിജാനീയ അയമസ്മീതി പുരുഷ ഇവിടെ ശരീരമനുസഞ്ചരി. അവനെന്തിനു വേണ്ടി ശരീരത്തെ എന്നെല്ലാം പറയുന്നു. അവിടെയെല്ലാം ജീവൻ, സംസാരി, അതിനാണ് ബോധിപ്പിക്കുന്നതെന്നാണ്. അപ്പം അങ്ങനെ ഒരാൾ ധരിക്കുന്നതിൽ തെറ്റില്ല. ആ ശബ്ദം കേട്ടാൽ അങ്ങനെ തോന്നാം. സർവവേദാന്തേഷിത പ്രത്യേകാത്മവേദ്യത ഏവ പ്രദർശിത അഹമിതി. സർവത്ര വേദാന്തേഷു ഉപനിഷത്തുകളെല്ലായിടത്തും പ്രത്യേകാത്മവേദ്യത, തന്നെ പ്രത്യേക സ്വരൂപം, തന്റെ നേരിട്ടുള്ള സ്വരൂപം, അതാണ് അറിയേണ്ടതെന്ന് പറയുന്നത്. ഇങ്ങനെ അഹം അഹമെന്ന് വെച്ചാൽ ഞാനാ. ബഹിർവേദ്യത ശബ്ദാധിപ പ്രദർശിത അസൂബ്രഹ്മ. ബഹിർവേദ്യത എവിടെ പ്രകടിപ്പിക്കുക? അഹം ബ്രഹ്മാസ്മി എന്നാണ്. അല്ലാതെ ഞാൻ ബ്രഹ്മമാണ്, അല്ല നീ ബ്രഹ്മമെന്നോ അല്ലെങ്കിൽ ഇവൻ ബ്രഹ്മമെന്നോ അങ്ങനെയല്ല ഒരാൾ ധരിക്കേണ്ടത്. നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ചാലും ധരിക്കേണ്ടത് എന്താണ്? ഞാൻ ബ്രഹ്മമെന്നാണ്, അഹം ബ്രഹ്മ. അവിടെ ഞാൻ, അതിനാണ് പ്രാധാന്യം. അല്ല എവിടെയെങ്കിലും പറയാറുണ്ടോ ഇവൻ ബ്രഹ്മം? ബ്രഹ്മം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാളുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അയാൾ ഉപദേശിക്കുന്നത് എന്താണ്? ത്വം ബ്രഹ്മം, നീ ബ്രഹ്മം എന്ന് വെച്ചാൽ അഹം ബ്രഹ്മമെന്ന് അവിടെ ഗ്രഹിക്കേണ്ടത്, ഇവൻ ബ്രഹ്മമെന്നല്ല. അപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ഗൃഹീതാവായിരിക്കുന്ന ഞാൻ, ശ്രോതാവായിരിക്കുന്ന ഞാൻ ബ്രഹ്മമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ബഹിർവേദ്യതയില്ല. പക്ഷെ ഒരു വസ്തുവിനെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ പറയും, ഇത് പുസ്തകം, ഇത് പേന, ഇത് വാച്ച്, ഇത് കണ്ണാടി, ഇത് മേശ. അവിടെയെല്ലാം എന്താണ്? ബഹിർവേദ്യത. മുമ്പിലൊരു വസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നു. ബ്രഹ്മത്തെ അങ്ങനെയല്ല കാണിക്കുന്നു. നീ എന്ന് പറഞ്ഞാൽ ഉടൻ ബോധം വരുന്നതാണ് ഞാൻ.
നീ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ഉടനെ മനസ്സിലാക്കുന്നു. നീ എഴുന്നേൽക്കുന്നല്ല, ഞാൻ എഴുന്നേൽക്കണം. അപ്പോൾ ബഹിർവേദ്യത ശ്രുതി ബോധിപ്പിക്കുന്നില്ല, സർവത്ര അഹംവേദ്യതയാണ് ബോധിപ്പിക്കുന്നത്. തഥാ കൗശീതക്കിനാം ഏവ എന്ന വാചം ജിജ്ഞാസീത വക്താരം വാഗ്യാദി കർണൈ വ്യാപൃതസ്യ കർത്തൃവേദ്യതാം വേദിതവ്യതാം ദർശിക്കും. എന്നാ വാചം വിജിജ്ഞാസീത, വാക്കിനെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വക്താരം, വചിക്കുന്നവനെ. ആരാ വചിക്കുന്നു? ഞാൻ വചിക്കുന്നു, പറയുന്നു, ഞാൻ പറയുന്നു. അവയോടെ എത്തി ഞാൻ. വാഗാദി കർണയിൽ വ്യാപൃതസ്യ, വാഗാദി കർണങ്ങളും കൊണ്ട് വ്യാപരിക്കുന്ന കർത്തവ്യം, വ്യാപരിക്കുന്നവൻ, വചിക്കുന്നവൻ, അവനെയാണ് വേദിതവ്യത, അവനാണ് അറിയേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പൂർവപക്ഷമാണ്. ഉപനിഷത്ത് ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്ന അർത്ഥം നേരർത്ഥമാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ നീ ബ്രഹ്മമാണ്, നീയാണ്. നീ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മെ അഭിസംബോധന ചെയ്ത് നീ എന്ന് പറഞ്ഞാൽ ഉടൻ ഗ്രഹിക്കുന്നു ഞാൻ. അല്ല, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിരുപാധിക ബ്രഹ്മം അങ്ങനെ ആരെങ്കിലും ധരിക്കുമില്ല. സർവകാരണമായ തത്വം അങ്ങനെ ധരിക്കില്ല. നീ എന്ന് പറഞ്ഞാൽ ഞാനെന്നേ ഗ്രഹിക്കും. ഞാനെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നുള്ള ശബ്ദം തന്നെ പറയുന്നത്. അവിടെ ഗ്രഹിക്കുന്ന ഈ കർത്താവിനെയാണ്, സംസാരിയാണ്, ജനന മരണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്നവനെയാണ്. അങ്ങനെ ധരിച്ചാൽ എന്താ കുഴപ്പം വരുന്നത്? പൂർവക്ഷി പറയുന്നതിനനുസരിച്ച് ധരിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ, ഈ അല്പജ്ഞനായിരിക്കുന്നവൻ, പരിച്ഛിന്നനായിരിക്കുന്നവൻ, ശരീരം കൊണ്ട് ഞാനാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന്. കാരണം അസ്മാദാത്മനാശ്രവ, ഈ ആത്മാവിൽ നിന്നാണെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഈ ജഗത്തിനെല്ലാം കാരണമായിരിക്കുന്നത് ആര്? എന്നാണ്. നമ്മൾ ചാർവാകനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ വേദം പഠിച്ച ആൾക്കാരാണ് കർമ്മികളായി മാറിയത്, പൂർവമീമാംസകർ, കർമ്മകാണ്ഡികൾ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ശങ്കരാചാര്യരുടെ ആക്ഷേപം പറയുന്ന ഒരു കാര്യമാണ്. അത് ശരിയാണ് താനും. ഈ ഒരു തത്വത്തെ ആത്മബോധം, അദ്വൈതാത്മബോധം, അതാണ് ശങ്കരാചാര്യ തത്വം. ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതാത്മബോധത്തെ ശരിയായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരെ മാർക്കറ്റില്ലാത്തൊരു സാധനം. അതിൻ്റെ ഒരു ദോഷമാണ്.
നമ്മൾ കുറച്ചുപേരൂടെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടിരിക്കുന്നു എന്ന് ഒഴിച്ചാൽ ഇതിനാളെ കിട്ടത്തില്ല. ശുദ്ധമായ അദ്വൈതം പറഞ്ഞിരിക്കുന്നു. പല കാരണങ്ങളും. ഒന്നത് ലളിതമാണ്, രണ്ടതിൽ യാതൊരു തരത്തിലുള്ള നിഗൂഢതകളുമില്ല, മൂന്ന് അത് അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു, ആത്മതത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങളെ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ നിരവധി കാരണങ്ങളെ കൊണ്ട് ഇതിന് മാർക്കറ്റില്ല. അനായാസമായി ഗ്രഹിക്കാവുന്ന ഒരു കാര്യത്തിന് ഒരിക്കലും വിപണി ഉണ്ടാകത്തില്ല. അതാർക്കും വേണ്ടാത്ത ഒരു കാര്യമാണ്. അതിന് മൂല്യം കണ്ടെത്താൻ കഴിയത്തില്ല. സർവത്ര സുലഭമായ ഒന്നിന് സാധാരണ നമ്മൾ മൂല്യം കൽപ്പിക്കാറില്ല. അത് അസുലഭമാകുമ്പോൾ നമ്മളതിന് മൂല്യം കണ്ടെത്തും. സുലഭമായ ഏതായാലും ശരി. സൂര്യന്റെ പ്രകാശം നമ്മളതിനൊരു വിലയും കൽപ്പിക്കാറില്ല. അതിന്റെ മൂല്യത്തെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാറേയില്ല. വായു, ജലം എന്ന് യാതൊരു മൂല്യം കൽപ്പിക്കാറില്ല. എപ്പോഴാണ് മൂല്യം കൽപ്പിക്കുന്നത്? കണ്ണിന് തിമിരം വന്നാൽ അപ്പോൾ പ്രകാശത്തിന് വില അറിയും. ശ്വസിക്കുന്ന വായു അശുദ്ധമായി കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ മൂല്യം കൽപ്പിക്കും. അല്ലേ? അശുദ്ധതയ്ക്ക് ഒരു മൂല്യമില്ല. അശുദ്ധി വന്നാൽ അവിടെ മൂല്യം വരും. അതിന് എവിടെ വേണം നോക്കുക. ശുദ്ധജലം ഉണ്ടെങ്കിൽ അതിന് യാതൊരു വിലയില്ല. പക്ഷെ അശുദ്ധി വന്നു കഴിഞ്ഞാൽ അവിടെ മൂല്യം കൽപ്പിക്കുന്നത് ഇത് ശരിയല്ല. അപ്പൊ സ്വാഭാവികവും ശുദ്ധവുമായിട്ടുള്ളതിന് യാതൊരു തരത്തിലുള്ള മൂല്യവും ആരും കൽപ്പിക്കത്തില്ല. എപ്പോ അതിൽ അശുദ്ധി കടന്നു വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കും. നല്ല പ്രകാശമുള്ള പ്രകാശത്തിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ ആകാശമൊക്കെ മൂടിക്കെട്ടി കിടക്കണമെങ്കിൽ പറയും അയ്യോ പ്രകാശം അതില്ലല്ലോ. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെയും കാര്യം. അത് ശുദ്ധമായി പരിശുദ്ധമായി വെളിപ്പെടുത്തിയാൽ അത് മൂല്യമില്ലാതെ വരും. അതേസമയം എന്തെങ്കിലും ക്ലിഷ്ടത പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൂഢതയുടെ സ്വഭാവമാണ്. മൗഢ്യം അതിന്റെ സ്വഭാവമാണ്. ക്ലിഷ്ടതകളെ കയറിപ്പിടിക്കുക എന്ന് പറയുന്നത്. ബാലന്റെ സ്വഭാവം പറയുന്നതാണ് അവിവേകം. കുഞ്ഞിന്റെ സ്വഭാവം. ഒരു കൊച്ചുകുട്ടി, അവന്റെ മുമ്പിൽ രണ്ടു വഴി കാണിച്ചു കൊടുക്കുക. ഒന്ന് അനായാസമായി ക്ലേശമൊന്നുമില്ലാതെ കയറിപ്പോകാമെന്നുള്ള ഒരു വഴി. ഉയർന്നൊരു സ്ഥലത്തേക്ക് കയറിപ്പോകണം. അതിനൊരു മര്യാദയ്ക്ക് പോകാനൊരു വഴിയുണ്ട്. ഇനി ഒരു വളഞ്ഞ വഴി കാണിച്ചു കൊടുക്കുക, ക്ലിഷ്ടമുള്ള ഒരു വഴി. അവനാ വളഞ്ഞ വഴി പോകത്തുള്ളൂ. ചെല്ലേണ്ട ഒരു സ്ഥലമായിരിക്കും. പക്ഷെ അവനൊരു താല്പര്യം വരുന്നത് കുറച്ച് ക്ലേശിച്ച് പോകുന്നു. മൂഢതയുടെ എന്തുകൊണ്ട് അവൻ അവിവേകിയാണ്. അനായാസമായി അവിടെ എത്തിച്ചല്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നേരിട്ട് തത്വത്തെ വെളിപ്പെടുത്തിയാൽ അതിനെ സ്വീകരിക്കാൻ ആളെ കിട്ടത്തില്ല. അത് അനായാസമായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മാലിന്യം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ
അതവർക്ക് ഇഷ്ടപ്പെടും. അതിന് വില കൽപ്പിക്കും. ഈ സർവവേദാന്തേഷു ഈ വേദാന്തങ്ങളിലെല്ലായിട്ടും ഉപനിഷത്തുകളിലും ആ പ്രത്യേകാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തിൽ. അനായാസമായി ബോധിക്കേണ്ട ഒന്നിനെ ബോധിപ്പിക്കുന്നത്. പക്ഷെ അവൻ ബോധിക്കുന്നതോ, ഇവിടെ ഭാഷ്യകാരൻ ഒരേ സെന്റൻസിൽ തന്നെ രണ്ടർത്ഥവും പറയുന്നു, ഒരേ വാചകത്തിൽ തന്നെ. രണ്ടുപേരും ഒരു കാര്യം പറയുന്നു. പൂർവക്ഷിയും പറയുന്നു, സിദ്ധാന്തം പറയുന്നു. പൂർവക്ഷി പറയുന്നു സർവ വേദാന്തങ്ങളിലും ബോധിപ്പിക്കുന്നത് പ്രത്യേകാത്മാവിനെയാണ്. സിദ്ധാന്തം പറയുന്നത് പ്രത്യേകാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു കൂട്ടർ പറയുന്ന അതിനതിനെ ശുദ്ധമായി എനിക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പിന്നെയോ എന്നെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് തത്വമസി. പക്ഷെ കർത്താവും ഭോക്താവും സംസാരിയും ബന്ധനവും മോക്ഷവും ഒക്കെയുള്ള ഒരാളായിട്ട് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ മാലിന്യം ഉണ്ടായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഷ്യകാരൻ പറയുന്നതല്ല, അത് അത്തരത്തിലുള്ള യാതൊരു മാലിന്യമില്ലാത്ത ശുദ്ധതയാണ് നീ ഗ്രഹിക്കേണ്ടത്. പൂർവക്ഷി എന്താ പറയുന്നത്? അല്ല, ആ ശുദ്ധിയോടുകൂടി തന്നെ എനിക്ക് ഗ്രഹിക്കണം. എന്തിനാണ് നീ അശുദ്ധിയോടുകൂടി ഗ്രഹിക്കുന്നത്? പറയുന്നു ആ അശുദ്ധിയോടുകൂടി അതിനെ അടുത്ത വ്യക്തമാക്കും. എന്നെ ഗ്രഹിച്ചിട്ട് പിന്നെ ഞാനിതിനെ ശുദ്ധിയാക്കും. പിന്നെ ഞാനിതിന്റെ ശുദ്ധിയെ കണ്ടുപിടിക്കും. ഇതാണ് ഒരു കൂട്ടർ പറയുന്നു. ഭാഷ്യകാരൻ പറയുന്നതല്ല, നീ ശുദ്ധനാണ്, ഇനി അവിടെ ശുദ്ധിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ശുദ്ധിയാക്കി എടുക്കേണ്ട ഒന്നല്ല, ശുദ്ധനാണ്. അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢതയ്ക്ക് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവനീ വളഞ്ഞ വഴിയിൽ തന്നെ പോകണം. ആദ്യം തന്നെ അശുദ്ധനായി ഗ്രഹിക്കണം. പിന്നീട് തന്റെ അശുദ്ധിയെ മാറ്റാനുള്ള ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതിലെ വാസ്തവത്തിൽ എല്ലാവരും ചെയ്യുന്നു. ശുക്രാചാര്യ പറയുന്നു, ഞാൻ പറയുന്ന ഉപദേശം നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കൃതകൃത്യൻ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. മറിച്ചാണെങ്കിലോ പറയും, എനിക്കിവിടെ പലതും ചെയ്യാനുണ്ട്, എനിക്ക് മോക്ഷം നേടണം, എനിക്ക് ഒരുപാട് സാധനങ്ങൾ അനുഷ്ഠിക്കണം, എന്നിൽ ഇന്ന ദോഷങ്ങളുണ്ട്, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരുപാട് പാപങ്ങൾ എന്നിലുണ്ട്, അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണം, അതിനിയും സഹസ്ര ജന്മങ്ങൾ എനിക്ക് സാധനങ്ങൾ ചെയ്യണം. ഇങ്ങനെ അന്തമില്ലാത്ത അവസാനമില്ലാത്ത വിചാരങ്ങളിലേക്ക് പ്രവൃത്തികളിലേക്ക് പോകുന്നു. അവനിവിടെ കൃതകൃത്യത വരുന്നു. പക്ഷെ അവനും പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ശ്രുതിയെ തന്നെ പറയുന്നു, വാഗാദി കർണയിൽ വേപൃതസ്യ കർത്തുരേവ വേദ്യതവ്യതാന്തരസ്ഥിതി. അവൻ പറയുകയാണ്, ശ്രുതി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ കർത്താവായിരിക്കുന്ന എന്നെ ഞാൻ ഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാളെ ഗ്രഹിച്ചുകൊണ്ട് എന്താ പ്രയോജനമുണ്ട്? കാരണം എനിക്കിവിടെ പലതും ചെയ്യാനുണ്ട്, എനിക്ക് ഈശ്വര സാക്ഷാത്കാരം നേടണം. അപ്പം ഞാൻ പരിശ്രമിച്ച്, അത് അടുത്ത ഭാഷ്യകാരന്റെ ഭാഷയിൽ തന്നെ പറയും, ഇവിടെ അതിന്റെ താല്പര്യം അതാണ്. എനിക്കൊന്ന് ചെയ്യണം, ഞാൻ ചെയ്യുന്നവനാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രവർത്തിക്കേണ്ടതായിട്ട് പലതുമുണ്ട്. എന്തിനാ? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി. അങ്ങനെ പലതുമുള്ളപ്പോൾ ശങ്കരാചാര്യർ പറയുന്നു, ആ കൃതകൃത്യത അതാണ് ഇതിന്റെ അടയാളം.
ഈ ബോധം ഒരുവനിൽ വന്നാൽ അവന് സ്വയം അനുഭവിക്കുന്നത് ആ കൃതകൃത്യതയാണ്. കർത്തവ്യങ്ങളൊന്നും അവശേഷിക്കുന്നു. ഇവിടെ പറയുന്നതല്ല കർത്തരേവ വേദിതവ്യതാം ദർശനം, കർത്താവാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ചിലർ കരുതുന്നു. മറ്റൊരു ചിലർ കരുതുന്നത് എന്താണ്? അവസ്ഥാന്തര വിശിഷ്ടോ അസംസാരി. ഇതും സാധാരണ പറയുന്നതാണ്. നീ ആ പരമാർത്ഥ വസ്തുവാണ്. ഇതെന്താണ്? ഇത് ബോധിക്കേണ്ട ഒരു കാര്യമാണ്, സ്വയം ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അയ്യോ, അതെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? കാരണം ഞാനിപ്പോൾ എന്തായാലും എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രീതിയിലല്ല. നിങ്ങളീ പറയുന്നത് ശരിയായിരിക്കും, ഞാനിനി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമായിരിക്കും നാളെ. അന്നത്തേക്ക് ഇത് ശരിയാകും, ഇന്നത് ശരിയാകത്തില്ല. അവസ്ഥാന്തര വിശിഷ്ട സംസാരി. ഈ അവസ്ഥയിൽ എന്തായാലും ഞാൻ സംസാരിയാണ്. ഇനി അസംസാരി എന്ന് പറയുന്ന ഒരു അവസ്ഥാന്തരത്തിൽ ഞാൻ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് ശരി. അതെങ്ങനെ എത്തിച്ചേരുന്നു? അതിന് അനേക ജന്മങ്ങൾ ഞാൻ തപസ് അനുഷ്ഠിക്കും. വാസ്തവത്തിൽ പൂർവജന്മം, ഇനി വരാൻ പോകുന്ന ജന്മങ്ങൾ, ഈ വർത്തമാനമായി ഇതിനു മുമ്പുള്ള ജന്മങ്ങൾ പലത് കഴിഞ്ഞതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറയാറുണ്ട്, നമ്മളിത് ഏറ്റു പറയാറുണ്ട്. പക്ഷെ ഈ ജന്മം അതിന് മുമ്പോ പിമ്പോ എന്നുള്ള കാര്യത്തിൽ കേവലം ശ്രദ്ധ എന്നുള്ളതിൽ കവിഞ്ഞു. നമ്മുടെ ശാസ്ത്രം തന്നെ പറയുന്നതാണ് ശാസ്ത്ര പ്രമാണ ഏകഗമ്യം. ശാസ്ത്രത്തിലൂടെ അല്ലാതെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതൊരു വിശ്വാസമാണ്. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ശ്രദ്ധയെ, വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഒരിക്കലും സത്യമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പറയാം അത് സത്യമായിരിക്കാം. അതുകൊണ്ടാണ് ആത്മാവിന്റെ സൂക്ഷ്മമായ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വീകരിക്കും. കാരണം നമ്മളത് കേൾക്കാൻ തയ്യാറാവണമല്ലോ. ജാതസിഹി ധ്രുവം എടുത്തു, ധ്രുവം ജന്മവൃതസിച്ച, ഇത് പറയും. ജനിച്ചാൽ മരിക്കണം, മരിച്ചാൽ ജനിക്കണം. ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ അടുത്ത് പറയും എന്താണ്? എന്നാ ജായതേ മ്രിയതേ, ജനിക്കുന്നില്ല മരിക്കുന്നില്ല. ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ആ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കാനാണെങ്കിൽ ആ തത്വത്തിൽ പൂർവ്വജന്മങ്ങളോ വരും ജന്മങ്ങളോ ഒന്നുമില്ല. ജനിക്കാത്തവനെങ്ങനെ പൂർവ്വജന്മം? അപ്പോൾ ഇക്കാര്യത്തിനൊന്നും യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ മരിച്ചു. പഴയ ചില അമ്മൂമ്മമാരൊക്കെ പറയും കാലം വന്ന് കെട്ടി വലിച്ചുകൊണ്ട് പോയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആള് മാറിപ്പോയി, തിരിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഉടനെ തിരിച്ചുകൊണ്ട് ഇവിടെ ഇട്ടെന്നൊക്കെ പറയും. അവരുടെ വിഭ്രാന്തികൾ. ഇതിലപ്പുറം ഇതിന് വേറെ വസ്തുനിഷ്ഠമായി പറയുന്നില്ല. ശാസ്ത്രം ഇപ്പോൾ പുണ്യാപുണ്യങ്ങളെ പോലെയാണ്. പുണ്യാപുണ്യങ്ങൾക്ക് എന്താ പറയുന്നത്? ശാസ്ത്രപ്രമാണ സിദ്ധം. ശാസ്ത്രത്തിൽ പറയുന്നു
സ്വർഗനരകങ്ങൾക്ക് എന്താ പറയുന്നത്? ശാസ്ത്രപ്രമാണസിദ്ധം. ശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നു. ഈ ശാസ്ത്രപ്രമാണം എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു, അനുഭവത്തെ ആശ്രയിച്ചിട്ടല്ല. മറിച്ചിവിടെ ആത്മതത്വം അങ്ങനെയല്ല. ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദ, അത് വ്യക്തിയുടെ അനുഭവമാണ്. അനുഭവത്തിലൂടെ അവൻ കടന്നു പോവുകയാണത്. അതിന് ശ്രദ്ധ കൊണ്ട് തീരുമാനിക്കുന്നില്ല അങ്ങനെ ഉണ്ടാകും എന്ന്. അനുഭവം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്, ഇത് പ്രത്യക്ഷമല്ല. വാസാംസ ജീർണാനി എന്ന് പറയുന്ന പോലെ ഈ ശരീരം വിട്ടിട്ട് വേറെ ശരീരത്തിൽ കയറി നിന്നിട്ടാ ഞാൻ ഈ ശരീരം വിട്ട് വന്നിരിക്കുകയാണെന്ന് ആരും അറിയുന്നില്ല. ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ മുമ്പ് വിട്ടുവന്ന ശരീരത്തെ ഇപ്പോൾ ഓർക്കണമായിരുന്നു. എങ്ങനെയാണോ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ തന്റെ പൂർവ്വ ശരീരത്തെ ഓർക്കുന്നത്, അതുപോലെ ജന്മത്തിലേക്ക് വരുമ്പോൾ ഓർക്കണമായിരുന്നു എനിക്ക് പൂർവ്വ ശരീരം ഇന്നതായിരുന്നു എന്ന്. അപ്പം സർവ്വസാധാരണം അല്ലാത്ത അത്തരം കാര്യങ്ങളെ സാർവലൗകിക നിയമമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ആ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് ശ്രദ്ധ കൊണ്ട്. ഇത് പറയുന്ന ഒരു യോഗി പറയുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആനയായിരുന്നു. യോഗിയിൽ വിശ്വാസമുള്ളവർക്ക് അത് വിശ്വസിക്കും. അതീ പറയുന്ന പോലെ അമ്മൂമ്മ പറയുന്ന പോലെ വിഭ്രാന്തിയാകാം. കഴുത്തിൽ കെട്ടി വലിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ചിത്രഗുപ്തൻ ബസ്സോട് തുറന്നു പറഞ്ഞു, ഈ തള്ളയല്ല കൊണ്ട് തിരിച്ചുകൂടെ കൊണ്ടുവിട്ടു. അതുകൊണ്ട് പൂർവ്വജന്മമുണ്ട്, പുനർജന്മമുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കേവല ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയുന്നത്. ചിലരിങ്ങനെ മരിച്ചിട്ട് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ വ്യക്തമായി. ചിലരുടെ പൂർവ്വജന്മത്തിലെ ചിലരെ തിരിച്ചറിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയും. ഇന്ന് സർവ്വലൗകികമല്ല. സർവ്വലൗകികമല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നിയമമായി സ്വീകരിക്കാൻ പറ്റില്ല. അഗ്നിയുടെ സ്വഭാവം ഉഷ്ണമാണെന്ന് എന്തുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു? അത് സർവ്വലൗകികമാണത്, അതൊരു നിയമമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്നില്ല, വേറൊരാൾ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ടി വരുന്നില്ല, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുകൊണ്ട് വിശ്വസിക്കേണ്ടി വരുന്നില്ല. സർവ്വലൗകിക നിയമങ്ങളാണ്, അത് അംഗീകരിക്കാം. മറ്റത് അപൂർവത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ചില നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് നിഗൂഢതകളാണ്. എന്താണ് വ്യക്തമായ ഉത്തരം അവിടെ ഇല്ല. അത്തരം കാര്യങ്ങളല്ല ഇവിടെ ബോധിപ്പിക്കുന്നത്, തത്വത്തെ ബോധിപ്പിക്കുന്നു. ഇത് തത്വകഥനം, തത്വത്തെ പറയും. മറ്റുള്ളതൊക്കെ എന്താണ്? കൽപ്പനകൾ. അങ്ങനെയാകാം, ഇങ്ങനെയാകാം. പൂർവജന്മസ്മൃതി എങ്ങനെയാണോ ജാഗ്രതത്തിലെ പൂർവ്വജാഗ്രത സ്മൃതികളെ പോലെ അത് ഒരു വാസ്തവമാണ്. പൂർവ്വജാഗ്രത സ്മൃതികൾ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആരെങ്കിലും കാണുമോ? സർവ്വലൗകിക നിയമമാണ്. ഇന്നലത്തെ ജാഗ്രതയിൽ നിന്ന് അറിയാൻ കഴിയുന്നു. ഇതുപോലെ സർവ്വലൗകികമായി പൂർവ്വജന്മസ്മൃതിയുണ്ടോ? അപ്പോൾ അത് സർവ്വലൗകിക നിയമമല്ല. പിന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെ ദുരൂഹം, നിഗൂഢ എന്ന് പറയാനേ പറ്റും. അതുകൊണ്ട് ഒരുവനെ സംബന്ധിച്ച് ഉറപ്പുള്ള കാര്യം ഈ ജന്മമാണ്. ഇത് ഉറപ്പാണ്. ഈ ജന്മത്തിൽ ഇങ്ങനെ നിരന്തരം ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുറപ്പാണ്. ജാഗ്രത സ്വപ്നങ്ങൾ, സുഷുപ്തികൾ,
ഇത് ജനന മരണമാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുനരപി ജനനം, പുനരപി മരണം. ഇതംഗീകരിക്കാം. മറ്റത് ഇതിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല, അനുഭവം തന്നെ. അദ്വൈതാത്മബോധം വിശ്വാസത്തെ ആശ്രയിച്ച് ഒരിടത്തും നിൽക്കുന്നില്ല, അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കുന്നത് നേരിട്ടാണ്, നിഗൂഢതകളെ ബോധിപ്പിക്കുന്നില്ല. ആധ്യാത്മിക അനുഭവത്തെ ബോധിപ്പിക്കുമ്പോഴും വേറൊരാളുടെ അനുഭവത്തെ അല്ല കൂടെ ബോധിപ്പിക്കുന്നു. ഗുരുവിന്റെ അനുഭവത്തെ ശിഷ്യനെ ബോധിപ്പിക്കുകയല്ല. എന്താ പറയുന്നത്? തത് ത്വമസി, നീ അതാണെന്നാണ് നിന്റെ അനുഭവത്തെ ബോധിപ്പിക്കുന്നത്. എന്റെ അനുഭവം അത് തന്നെ, അഹം ബ്രഹ്മാസ്മി, എന്റെ അനുഭവം ഇതാണ്. അതുകൊണ്ട് നിന്റെ അനുഭവം അതാണ്, സാർവലൗകികമായ അനുഭവം. എനിക്ക് അഗ്നി ഉഷ്ണമായിട്ട് അനുഭവപ്പെടുന്നു, അതുകൊണ്ട് നിനക്കും അത് അങ്ങനെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അഗ്നി ഉഷ്ണം തന്നെ തീരുമാനിക്കുകയാണ്. എനിക്ക് അനുഭവപ്പെടുന്നു, അതുകൊണ്ട് നിനക്ക് അനുഭവപ്പെടുന്നു എന്നല്ല. എങ്ങനെയാണോ എനിക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നിനക്കും അനുഭവപ്പെടുന്നു. ഇതാണ് തത്വബോധം എന്ന് പറയുന്നത്. തത്വബോധവും നിഗൂഢ ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആ തത്വബോധത്തെ അങ്ങനെ അനായാസമായി ബോധിപ്പിക്കുമ്പോൾ ഒരാൾക്ക്, മനുഷ്യന്റെ പ്രകൃതിയാണ് അത്, അവൻ തള്ളിക്കളയും. അപ്പോൾ അവന്റെ മനസ്സിൽ മറ്റ് സങ്കല്പം, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അവസ്ഥാന്തര വിശിഷ്ടോ അസംസാരി, അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ സംസാരിയാണ്, ശ്രുതി ബോധിപ്പിക്കുന്ന അത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇനി വേറൊരു അവസ്ഥയിൽ പോയിട്ട് അസംസാരിയാകും. ഒരു ഉദാഹരണം തന്നെ പറയാം. ഞാൻ ഉണർന്നു കഴിയുമ്പോൾ ഞാൻ സംസാരിയായിരിക്കുന്നു, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവനായിരിക്കുന്നു. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അസംസാരി. ഇത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അസംസാരിയല്ല എന്ന് തീരുമാനിക്കുന്നു. കാരണം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സംസാരിയായിട്ടാണ് എൻ്റെ അനുഭവം. സുഷുപ്തിയിൽ അസംസാരി, അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കാം. സുഷുപ്തിയിൽ ഞാൻ അസംസാരി തന്നെ, ഇപ്പോൾ സംസാരിയാണ്. അതുകൊണ്ട് എൻ്റെ ഈ സംസാര അവസ്ഥയെ കളയുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപായങ്ങളെന്ന് ഞാൻ അന്വേഷിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാസ്തവമായ സംസാരിത്വം അതിനെനിക്കില്ലാതാക്കണം. അതിനുള്ള സാധനങ്ങളും സാധ്യങ്ങളും ഒക്കെ വേറെ വേറെയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നു. ഈ അദ്വൈതാത്മബോധത്തിന്റെ വഴിയിലല്ലാത്ത സർവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഇതൊക്കെ വാസ്തവമാണ്, ഈ ബന്ധനം വാസ്തവമാണ്, ഇതിനെ ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വ്രതങ്ങൾ, തപസ്സുകൾ, സാധനങ്ങളെല്ലാം അനുഷ്ഠിക്കണം. അദ്വൈതം അതല്ല ബോധിപ്പിക്കുന്നത്. നീ അവിടെ അസംസാരിയായിരുന്നു, ഇപ്പോൾ നീ അസംസാരിയാണ്. അല്ല, നീ ഇവിടെ സംസാരിയായിരുന്നിട്ട് ഇനി അസംസാരിയായി മാറേണ്ടവനല്ല, വേറെ അവസ്ഥയിൽ പോയി. നീ ജാഗ്രതത്തിൽ ബന്ധനസ്ഥനായിരുന്നിട്ട് സമാധി പോയി മുക്തി നേടേണ്ട ആളല്ല. അല്ലെങ്കിൽ ജാഗ്രതത്തിൽ ബന്ധനസ്ഥനായിരുന്നിട്ട് സുഷുപ്തിയിൽ അസംസാരി, അങ്ങനെയല്ല. ഇവിടെയും നീ അസംസാരി തന്നെയാണ്. മറിച്ച് ചിന്തിച്ചാലോ എന്താ ദോഷം വരുന്നതെന്ന് അടുത്ത ഭാഷകാരൻ വ്യക്തമായി പറയും. അഥാപിസ്യ അധിയോ ജാഗ്രതേ ശബ്ദാധിപത് വിജ്ഞാനമേ അസായേവ സുഷുപ്തിയാക്കം അവസ്ഥാന്തരം ഗത്വ അസംസാരി പരഹ പ്രശാസിത അന്യസ്യാദിതി ചെയ്ത്. അതാണ്
യോ ജാഗ്രത ശബ്ദാധിഭുക്കി ജാഗ്രതത്തിൽ ഈ വിഷയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനമയനായിരിക്കുന്ന ഈ ജീവൻ സയേവ സുഷുപ്തവും അവസ്ഥാന്തരംഗതോ. ഇവിടെയൊക്കെ തെറ്റിദ്ധാരണ നമുക്ക് വരാം. ഭാഷ്യകാരൻ ഇതാണോ പറഞ്ഞതെന്ന്. അതല്ല പറയുന്നതെന്നാണ്. സുഷുപ്തിയിൽ വേറൊരവസ്ഥയെ പ്രാപിച്ചിട്ട് അസംസാരി പരഹ, അവൻ അസംസാരിയായിരിക്കുന്നു. അങ്ങനെ ഇരുന്നവനാണ് പരൻ, അവനാണ് പ്രശാസിത. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യാൻ ശേഷിയുള്ളവൻ അവനാണ്. അവൻ അന്യഹ, അത് ഞാനല്ല. മാറ്റം വന്നു കഴിഞ്ഞു. ഉപനിഷത്തിന്റെ നേരത്തെ പറഞ്ഞല്ലോ, ആ കേൾക്കുന്ന നേരർത്ഥത്തിൽ നിന്ന് ഇതൊക്കെ തോന്നും. പ്രതീതമാകുന്ന അർത്ഥത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നും പറയുന്നത്. ഈ പറയുന്നതിൽ എന്താ വാസ്തവത്തിലുള്ള ആ പറച്ചിലിൽ നിന്നുള്ള വ്യത്യാസം? ഇവിടെ അഭേദത്തെ അംഗീകരിക്കുന്നു. ജാഗ്രതത്തിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനിൽ നിന്നും വ്യത്യസ്തനാണ്, ഭിന്നനാണ് സുഷുപ്തിയിലെ അനുഭവിക്കുന്നവനെന്ന്. ആ ഭേദത്തെ പറയുന്നു. തത്വത്തിൽ ഇവിടെ ഭേദമില്ല. അതാണ് അദ്വൈതി പറയുന്നത്. ഒന്ന് തന്നെ ഇത് ചെയ്യുന്ന അധിഷ്ഠത്വ പറയുന്നു. ഇതൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇയാളിത് പറയുന്നത് എന്തുകൊണ്ടാണോ? ശ്രുതിയെ ശ്രവണം ചെയ്തിട്ടാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പറയുന്നു ശ്രുതി തത്വത്തെ പറയുന്നു, അത് ശ്രവിച്ചാൽ മതി, ആ ശ്രവണം കൊണ്ട് തന്നെ ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ശ്രവണം കൊണ്ട് ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ശ്രവണം കൊണ്ടുണ്ടാകുന്ന ബോധം സംശയവും വിപര്യവും രണ്ടും ആകാം. അത് കേൾക്കുന്നവന്റെ നില അനുസരിച്ചിട്ടാണ്. ഈ പറയുന്ന ആളും ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെ കണ്ടെത്തിയത് ഇപ്പോൾ ഞാൻ സംസാരിയാണ്, സുഷുപ്തിയിൽ അസംസാരിയാണ്. ഇതും ശ്രുതിയിൽ നിന്ന് ശ്രവിച്ചിട്ടാണ് ഇങ്ങനെയൊരു ബോധം ഉണ്ടായത്. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ ഒരു ചെറിയൊരു വിപരീത ബുദ്ധി വന്നു. അങ്ങനെ ഒരു വിപരീത ബുദ്ധി വല്ലതും തന്നെ പറ്റിക്കൂടിയിട്ടുണ്ടോ ശ്രോതാവിൽ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയാണോ ഇനി നീ ധരിച്ചത് പറഞ്ഞത്. കച്ചിതേതശ്രുതം വാർത്ത ഏകാഗ്രേണ ചെയ്ത എല്ലാ ഉപദേശവും കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കല്ലേ, നീ ഏകാഗ്ര മനസ്സോടെ കൂടിയാണോ കേട്ടത്? എന്നുവെച്ചാൽ നിനക്ക് എന്തെങ്കിലും ഒരു വിപരീത ബുദ്ധി വന്നിട്ടുണ്ടോ? അങ്ങനെ വരാം, ചാൻസ് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ വിപരീത ബുദ്ധി വന്നാൽ ഇതുപോലുള്ള ആശയങ്ങൾ വരും. ഇതും കേട്ടറിഞ്ഞ അറിവാണ്, ശ്രുതിയിൽ നിന്ന് തന്നെ ബോധിച്ചതാണ്. ശ്രുതിയാണ് പറയുന്നത് സുഷുപ്തിയിൽ അസംസാരിയാണ്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവിടെ അവന്റെ മനസ്സിന് ശരിയായ പരിഭാഗം ഉണ്ടായില്ല ഇത് സ്വീകരിക്കുന്നതിന്. ഇനി ആ കേട്ട അറിവിനെ അവൻ ശരിയായി മനനം ചെയ്തില്ല, അവന്റെ യുക്തി ഉപയോഗിച്ചില്ല. അതാവശ്യമാണ്. യുക്തി എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ യുക്തി വേണ്ട എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂഢന്മാർക്ക് വേണ്ടിയിട്ടാണ്. വെറും മൂഢന്മാർക്ക് വേണ്ടി പറയും അവിടെ യുക്തി വേണ്ട. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വാചം ധേനും ഉപാസീത, വാക്കിനെ ധേനുവായി ഉപാസിക്കുക എന്ന് പറഞ്ഞു. വാക്കെങ്ങനെ ധേനുവാകും? രണ്ടല്ലേ? അങ്ങനെ ഒരു ചോദ്യം അവിടെ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനൊക്കത്തില്ല. ഈ ഇരിക്കുന്ന കൽക്കഷണം ശിവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞിരിക്കുന്ന അത്യന്തം മൂഢന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട്? ചോദിക്കരുത്. ഒരു കല്ല് സർവവ്യാപിയായ വിഭുവായ സർവജ്ഞനായ സർവശക്തനായ ശിവനെങ്ങനെയാകും എന്നൊരു ചോദ്യം അവിടെ ചോദിക്കരുത്. ചോദിച്ചാൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് സ്വീകരിക്കുക. ആദ്യം ചോദ്യങ്ങളൊന്നും പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവനെ സംബന്ധിച്ച അനുഷ്ഠാനമാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതി ചെയ്യുക.
അതിങ്ങനെ ചെയ്യണം. ശ്രദ്ധ എന്ന് പറയും, വിശ്വാസം. വിശ്വാസത്തോടുകൂടി ചെയ്യുക, അതിന് ഫലമുണ്ടാകും. എന്നിട്ട് അവന് ശ്രദ്ധയുണ്ട്, അനുഷ്ഠാനമുണ്ട്, അതുകൊണ്ട് ഫലമുണ്ടാകും. പക്ഷെ അവിടെ യുക്തിയെടുത്ത് പ്രയോഗിച്ചാൽ അവനൊരിക്കലും അത് ചെയ്യാൻ കഴിയത്തില്ല. അത് സാധ്യമല്ലാതെ വരും. എങ്ങനെയാണോ അത് നിർദ്ദേശിക്കുന്നത് ആ രീതി ചെയ്യാൻ കഴിയത്തില്ല. ഇനി യുക്തിയെടുത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അവനും പറയും, ഇതിനൊരു തത്വമുണ്ട്, അതിനൊരു തത്വമുണ്ട്, അതും ഇതും ഒന്നാണ്. പിന്നെ അവൻ പോകുന്നത് അനുഷ്ഠാനത്തിലായിരിക്കില്ല, വിചാരത്തിലായിരിക്കും. ഇതിന് വരുന്ന കല്ലാണ് ശിവനെന്ന് പറയുന്നതിനുള്ള ഒരു പൊരുത്തക്കേടിനെ പരിഹരിക്കാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ ഉപാസകനായിരിക്കില്ല, അയാൾ വിചാരത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരിക്കും. അതാണ് യുക്തിയുള്ളവർ പറയുന്നത്. അവർ പറയും എന്താണ്, അവർക്ക് ഉപാസിക്കാൻ കഴിയത്തില്ല. അവർ അത് ആ കല്ലെന്ന് പറയുന്ന ആറ്റം ബോംബാണ്, ശിവനും ആറ്റം ബോംബാണ്, ഇപ്പൊ രണ്ടും ഒന്നായി. അപ്പോൾ ശരിയാണ്, രണ്ടും ഒരു ബോംബായി. അതുകൊണ്ട് പറഞ്ഞവർ എല്ലാം വലിയ വിദ്വാൻമാരായിരുന്നു. അവർ ഈ ആറ്റമിക് സയൻസൊക്കെ മനസ്സിലാക്കിയവരായിരുന്നു. അവന് ഉപാസിക്കാൻ പറ്റൂ? ശിവനെയാണ് ഉപാസിക്കുന്നത്, അതെ ആറ്റം ബോംബിനെ ഉപാസിക്കുന്നു? അവന് പറ്റത്തില്ല. അവന്റെ മനസ്സിലിതാ, പിന്നെ അവൻ ആറ്റം ബോംബിലാണ് ചെന്നത്. ശ്രദ്ധയുള്ളവൻ അങ്ങനെയല്ല, അവനവിടെ യുക്തി ഉപയോഗിക്കത്തില്ല, അവിടെ ഉപാസനയിലാണ്. അതാണ് ഉപാസന, ഭാവന, തത്വജ്ഞാനം, വിചാരം എന്നൊക്കെ നമ്മൾ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. രണ്ടും വിഷയം രണ്ടാണ്. ഈ സാധനത്തിന് ആറ്റം ബോംബെന്ന് കാണുന്നവൻ എന്തെങ്കിലും ശിവനെ സാക്ഷാത്കരിക്കാൻ പറ്റും? പറ്റത്തില്ല. പക്ഷെ ഇതൊരു കല്ല് ആണ്, അതിൽ ശിവനാണെന്ന് വെച്ചാൽ അവൻ നാളെ ശിവനെ കാണും. കാരണം അവനവിടെ ശ്രദ്ധയുണ്ട്. ശ്രദ്ധയിലൂടെ അവൻ പോകും. പിന്നെന്താ അവനെ മൂഢതയെന്ന് വിളിച്ചത്? കാരണം അവിടെ തത്വവിചാരമില്ല, അവിടെ തത്വബോധമില്ല. അവൻ ആ മൂഢതയിലൂടെ പോയി അവസാനം തത്വബോധത്തിലെത്തുമായിരിക്കും. പക്ഷെ തൽക്കാലം അവനവിടെ തത്വവിചാരത്തല്ല ചെയ്യുന്നു. തത്വവിചാരം വന്നാൽ പിന്നെ എന്തിനാണ് ഉപാസന? തത്വബോധത്തിലെത്തിയതിന് ഉപാസനയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യൻ വളരെ കൃത്യമായി രണ്ടായി തിരിക്കുന്നത്. ഇത് ഉപാസന, ഇത് തത്വജ്ഞാനം. അതുകൊണ്ടാണ് നമ്മൾ ഉപാസന വരുമ്പോൾ വിട്ടുകളയുന്നത് എന്നാണ്. കേൾക്കുന്നവരൊന്നും മൂഢന്മാരല്ല എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ശരിയാണോ എന്നറിയത്തില്ല, അത് വിട്ടുകളയും. തത്വജ്ഞാനത്തിന്റെ ഇതിലേക്ക് വരുന്നു. ഇത് രണ്ടും രണ്ടാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ്, അത് പ്രത്യേകം മനസ്സിലാക്കും. ഇനി മറ്റാരെങ്കിലും അങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ടൊന്ന് വിചാരിച്ച് എന്റെ നേരെ വരരുത്. പലർക്കും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ഞാൻ പറയുന്ന അദ്വൈതിയുടെ നിലപാട്. ശങ്കരാചാര്യ പറയും അജ്ഞൻ, മൂഢനെന്ന് പറഞ്ഞത് നമുക്ക് പരിചയമുള്ള ഭാഷയായതുകൊണ്ട്. അജ്ഞനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതാരെക്കുറിച്ച് പറഞ്ഞെന്ന് ചോദിക്കും. മൂഢനെന്ന് പറഞ്ഞാൽ എളുപ്പം തിരിച്ചറിവോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശങ്കരാചാര്യ മൂഢനെന്ന് പറയത്തില്ല, അജ്ഞനെന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ് അധിഷ്ഠത്വ പറയുന്നു എന്നുവെച്ചാൽ അവിടെ നിങ്ങളീ പറയുന്ന കാര്യം യുക്തിക്ക് നിരക്കുന്നതല്ല. ഇവിടെ സംസാരിയായിരുന്നു, വേറെ സ്ഥലത്തിൽ ഇതായിരുന്നു, അസംസാരിയായിരുന്നു. ഇതൊന്നും പറയുന്ന യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. അദ്വൈതി, അതാ ഞാൻ പറഞ്ഞു, അദ്വൈതി യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും സ്വീകരിക്കത്തില്ല, ആത്യന്തികമായി സ്വീകരിക്കത്തില്ല. ശ്രദ്ധയൊക്കെ ഉണ്ട്, അത് ശരിയായിരുന്നു. ശ്രുതി മത തർക്ക, ശ്രുതി പറഞ്ഞാലും ശരി, അവിടെ തർക്കത്തെ കൂടെ സ്വീകരിക്കും, യുക്തിയെ കൂടെ സ്വീകരിക്കും. ബുദ്ധിക്ക് ബോധ്യം വരണം, പിന്നെ അനുഭവം. അതുകൊണ്ടാണ് ഉപാസനയെ പറയുന്നത് വേണ്ട,
അതിന്റെ ആവശ്യമില്ല. നിനക്ക് ശ്രദ്ധയും അജ്ഞതയുണ്ടെങ്കിൽ നീ ഉപാസനയുടെ മാർഗത്തിൽ പോക്കോ, അതിനെ നിഷേധിക്കുന്നില്ല. ഉപാസന അസംബന്ധമെന്നല്ല പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിനക്ക് ശ്രദ്ധയും അജ്ഞതയും നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഉപാസനയുടെ മാർഗത്തിൽ പോവുക. അതല്ലെങ്കിൽ ഇതാണ് വഴി. നമ്മൾ ഗിരി അത് ചർച്ച ചെയ്തു. കർമ്മയോഗം ഉപാസനയുടെ അജ്ഞാനിക്ക് വേണ്ടി, അതാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് യുക്തിയും ബുദ്ധിയും ഉള്ളവന്റെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു ഈ പറയുന്നതൊന്നും അധിഷ്ഠം. എന്താ അധിഷ്ഠം എന്ന് പറയുന്നത്? യുക്തിയില്ല. അന്നല്ല ഹേവൻ ധർമ്മക പദാർത്ഥോ ദിഷ്ടോ അന്യത്ര വൈനാശിക സിദ്ധാന്ത പറയുന്ന ഈ വൈനാശിക സിദ്ധാന്തം, ശൂന്യവാദം പോലെയുള്ള ചില കാഴ്ചപ്പാടുകൾ, അപ്പോൾ അതൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ പറയാം. ചാർവാകൻ അവരൊക്കെ പറയും. അല്ലാതെ ഏവം ധർമ്മക പദാർത്ഥ, ഇതൊന്നും ഒരു പദാർത്ഥമായി സ്വീകരിക്കാൻ വയ്യ. ഇഷ്ടം അന്യത്ര, ഇവിടേക്ക് ഒഴികെ ശൂന്യവാദത്തിനും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള ചില യുക്തികൾ സ്വീകരിക്കും. എന്താണ്? നഹി ലോകേ ഗഹു തിഷ്ടൻ ഗച്ഛൻ വാഗ്ഭൂതി ശയാനസ്തു അശ്വാദി ജാത്യന്തരമിതി. ഒരു പശു, അത് നിൽക്കുമ്പോൾ പശു, നടക്കുമ്പോൾ പശു, പുല്ല് മേയുമ്പോൾ പശു, ഉറങ്ങുമ്പോൾ കുതിര. അത് സംഭവിക്കുന്നില്ലല്ലോ. ഒരു വസ്തു ഒരവസ്ഥയിൽ നിന്നും അവസ്ഥാന്തരത്തിലേക്ക് പോകുമ്പോൾ മറ്റൊന്നായി മാറുന്നില്ല. അത് തന്നെയാണ്. കാരണം വീണ്ടും തിരിച്ചു വരുന്നുണ്ട് പശുവായിട്ട് തന്നെ. അതുപോലെ ഈ ജീവൻ ജാഗ്രതത്തിലൊക്കെ ഇതൊക്കെ ഇരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസാരി, സുഷുപ്തിയിലോ അല്ലെങ്കിൽ സമാധിയിലോ പോകുമ്പോൾ അസംസാരി, വീണ്ടും ജാഗ്രത വരുമ്പോൾ സംസാരി, മൂർച്ഛയിൽ പോകുമ്പോൾ അസംസാരി. അത് സംഭവിക്കത്തില്ല. സമാധി എന്നുള്ള ഇവിടെ ഇല്ല. ഞാനല്പം കൂട്ടിച്ചേർത്താണ്. അല്പം ഒരു എരിവും പുളിയും കൂടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച്. ഇവിടെ ഉള്ളതല്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാണ്. ജാഗ്രതത്തിൽ സംസാരിയും സമാധി അല്ല സുഷുപ്തിയിൽ അസംസാരിയും എന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനാണ് ഈ ഉദാഹരണമായി. അതാന്ന് പറയുന്നത് യുക്തിയില്ല. അപ്പൊ എന്താ? സുഷുപ്തിയിലും സംസാരിയായിരുന്നു എന്നല്ല പറയുന്നത്. അവൻ സുഷുപ്തിയിലും ജാഗ്രതത്തിലും നീ അസംസാരിയാണ്. എന്തുകൊണ്ട്? നീ ആത്മസ്വരൂപമാണ്. ആത്മസ്വരൂപം അസംസാരിയാണ്. അങ്ങനെ ഒരു ബോധമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു ബോധത്തിലാണ് മനസ്സിലാക്കുന്ന എന്താണ്? താൻ അസംസാരിയാണ്, നിത്യമുക്ത ബുദ്ധസ്വരൂപനാണ്. അതിന് യുക്തിയുണ്ട്. നിങ്ങളീ പറയുന്ന കാര്യങ്ങൾക്ക് സംസാരിയായിരിക്കുന്നവൻ അസംസാരിയാകുന്നു. ഇതിന് വേറെ തരത്തിൽ പറഞ്ഞാൽ ബന്ധനത്തിൽ ഇരിക്കുന്നവൻ മോക്ഷം തേടുന്നു. അതിന് യുക്തിയില്ല. അത് അദ്വൈതി സ്വീകരിക്കത്തില്ല. ബന്ധനത്തിലിരിക്കുന്നവൻ മുക്തി നേടുന്നില്ല. നിത്യമുക്തൻ മുക്തി നേടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിലും വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ന്യായാച്ച, ഇതാണ് യുക്തി. യദ്ധർമ്മകോയ പദാർത്ഥ പ്രമാണേന അവഗതോ ഭൂതി സദേശകാലാവസ്ഥാന്തരേഷുപി തദ്ധർമ്മകൈവ ഭൂതി സചേ തദ്ധർമ്മകത്വ വിചരതി സർവപ്രമാണ വ്യവഹാരോ ലുപ്യേത തഥാ ന്യായവിദഃ സാഖ്യമീമാംസാ ആദയോ അസംസാരണോ അഭാവം യുക്തിശതൈഹി പ്രതിപാദയന്തി. ഇതാണ് യുക്തി. എന്താണ്? യദ്ധർമ്മോ യത് പദാർത്ഥ. ഒരു പദാർത്ഥത്തെ എടുക്കുക, അഗ്നി എടുക്കുക. അതിന്റെ സ്വഭാവം എന്താണ്? പ്രകാശം. അതാണ് യദ്ധർമ്മോ പദാർത്ഥ പ്രമാണേന അവഗതോ ഭൂതി. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അഗ്നിയുടെ സ്വഭാവം പ്രകാശമാണ്. നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? ആ തീരുമാനിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഭ്രാന്തി വന്നു കഴിഞ്ഞാൽ അതാണ്. നിങ്ങൾ സ്വന്തം വിരൽ തുമ്പുകൊണ്ട് അഗ്നിയെ സ്പർശിച്ചിട്ട് മനസ്സിലാക്കും ഇത് അഗ്നി എന്നാണ് പ്രമാണേന അവഗതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അഗ്നി മനസ്സിലായത് ഉഷ്ണമുള്ളതാണ്, പ്രകാശമുള്ളതാണ് എന്ന്. പ്രമാണത്തിലല്ലാതെയും അഗ്നി അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതെടുക്കരുത്. കാരണം ഒരാൾ ജന്മന അന്ധനാണ്, പ്രകാശമേ കണ്ടിട്ടില്ല. അയാളുടെ മുമ്പിൽ അയാളെ കൊണ്ടുവന്നു. നേരെ സൂര്യൻ, മധ്യാഹ്നത്തിൽ സൂര്യന്റെ മുമ്പിൽ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ് സൂര്യന്റെ സ്വഭാവം എന്താണ്. അയാൾ ധൈര്യമായിട്ട് പറയും ഇരുള്. അയാളെ അഗ്നിപ്രകാശമുള്ളതാണെന്ന് ബോധിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി വേറൊരാള്, അയാൾ ഇതുവരെ അഗ്നി കണ്ടിട്ടില്ല. അപ്പോൾ അയാളുടെ വിരൽ തുമ്പില് ചൂടടിക്കാതിരിക്കാനുള്ള ഒരു എണ്ണ പുരട്ടി, അങ്ങനെ ചില മരുന്നുകളൊക്കെ ഉണ്ട്. എന്നിട്ട് അഗ്നിയിലേക്ക് വിരൽ പിടിപ്പിച്ചപ്പോൾ നല്ല തണുപ്പ്. അയാൾ പറയുന്നു അഗ്നി നല്ല തണുപ്പാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തി എടുക്കരുത്. ഭാഷകാരൻ പറയുന്നു പ്രമാണേന അവഗതം, സർവ്വസാധാരണമായിരിക്കുന്ന പ്രമാണത്തിലൂടെ നിശ്ചയിച്ചത്. എനിക്കും നിനക്കും മറ്റവനുമെല്ലാം ഒരേ തരത്തിൽ അനുഭവപ്പെടുന്ന ചക്ഷുന്ദ്രിയം, ത്വഗിന്ദ്രിയം തുടങ്ങിയ ഈ പ്രമാണത്തിലൂടെ നിശ്ചയിച്ചത് പ്രകാശമാണ്, ഉഷ്ണമാണെന്ന് തീരുമാനിച്ചിട്ട് സദേശകാല അവസ്ഥാന്തരീഷ്വപി, അത് ഇന്നലെ, ഇന്ന്, നാളെ ഭൂലോകത്തിൽ, സൂര്യമണ്ഡലത്തിൽ എവിടെ ചെന്നാലും, ചന്ദ്രമണ്ഡലത്തിൽ എവിടെ ചെന്നാലും എന്താണ് തദ്ധർമ്മകേവ, അഗ്നി ആ സ്വഭാവം തന്നെയാണ്. അങ്ങനെ ഒരു വസ്തുവിനെ പ്രമാണത്തിലൂടെ ധരിച്ചു കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ യഥാർത്ഥ അനുഭവം പ്രമാണം എന്ന് പറയുന്നത്. ഇതിനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സത്യം, എന്താണ് അസത്യം എന്നതിനെ തിരിച്ചറിയാൻ കഴിയാതെ. അപ്പം അതിന് ചില മാനദണ്ഡങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന അളവുകോലുകൾ വെച്ചുകൊണ്ട് അഗ്നി പ്രകാശമുള്ളതാണ്, അത് ചൂടുള്ളതാണ് തീരുമാനിക്കുന്നു. ഇത് നമ്മൾ പറയുന്നത് ഒരു സത്യാനുഭവമാണ്, ആപേക്ഷികമായി പറയുന്നു. ഇങ്ങനെയുള്ള അതാണ് ഈ പ്രപഞ്ച വ്യവഹാരത്തിലുള്ള നമ്മുടെ സത്യാനുഭവങ്ങളെല്ലാം. സചേതധർമ്മത്വം വ്യഭിചരതി. ഇനി ഒരാൾ പറയണല്ല, ഒരാൾ പറയണ എനിക്ക് അതാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട്, എൻ്റെ വിരലുകൊണ്ട് സ്പർശിച്ചു, അഗ്നി ശീതമാണ് എന്ന് പറഞ്ഞാൽ സർവപ്രമാണ വ്യവഹാരവും ലുപ്യേത. പിന്നെ ഈ കണ്ണിനും ത്വക്കിനൊന്നും യാതൊരു വിലയില്ലാതെ. അതിനാൽ നമ്മൾ പറയാം ഒരു ഭ്രാന്ത പ്രലപനമാണ്. അത് അനുഭവ യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രുതിയെ ശ്രവിക്കുന്നു, അതിൽ നിങ്ങൾക്കൊരു അർത്ഥബോധം ഉണ്ടായി, സമ്മതിച്ചു. ഈ ബോധം അഗ്നി ശീതമാണെന്ന് പറഞ്ഞതുപോലുള്ളൊരു ബോധമാണ്. അതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. മറിച്ച് അതായത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ബോധമാണ്. നിങ്ങൾ അന്ധനായതുകൊണ്ടാണോ പറയുന്നത്? സൂര്യന്റെ തകരാറാണോ ചോദിക്കും. എല്ലാവർക്കും ഒരേ തരത്തിൽ ബോധം ഉണ്ടാവണ്ടേ? വേദത്തിൽ ഇതാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന ആത്മബോധമാണ് വേദത്തിൽ പറയുന്നതെങ്കിൽ കേൾക്കുന്നവർക്കെല്ലാം എന്താ ഒരുപോലെ ബോധം ഉണ്ടാകാത്ത? ഏകനായ സൂര്യനാണ് പ്രകാശിച്ചിരിക്കുന്നതെങ്കിൽ മന്ദനെന്തുകൊണ്ട് പ്രകാശം എന്ന അനുഭവം ഉണ്ടാകുന്നു? എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന അനുഭവം. തിമിരമുള്ളവന് ആ പ്രകാശം കാണുന്ന പോലെയാണോ നല്ല കണ്ണുള്ളവൻ കാണുന്നു? ഇനി മനുഷ്യൻ കാണുന്ന പോലെയാണോ മറ്റ് ജീവികൾ അതിനെ കാണുന്നു പ്രകാശത്തെ?
വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ ശബ്ദത്തിനും അത് ബാധകമാണ്. ശ്രവണേന്ദ്രിയം എല്ലാവർക്കും ഒരുപോലെയാണ്. അകാരാദി ശബ്ദങ്ങൾ ശ്രവിക്കുന്നതും എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ അതിന്റെ താല്പര്യത്തെ ശ്രോതാവിന്റെ ബുദ്ധിയുടെ നിലയനുസരിച്ച് പലതായി ഗ്രഹിക്കാം. ശബ്ദബോധം എല്ലാവർക്കും ഒരുപോലെ തന്നെ. ആ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഉറങ്ങാതിരിക്കുന്ന എല്ലാവർക്കും ഒരേ ബോധമായിരിക്കും. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ ഈ എന്നായിരിക്കും കേട്ടത്, അല്ലെങ്കിൽ ആ എന്ന് കേൾക്കും. പക്ഷേ അതിന്റെ താല്പര്യം പലരും പലതരത്തിൽ ഗ്രഹിക്കും. ചിലർ പറയും എന്നെ കളിയാക്കിയതാണ്, ചിലർ പറയും എന്നെ പേടിയാക്കിയതാണ്, ചിലർ പറയുന്നു ആ എന്ന് വെച്ചാൽ വിഷ്ണു എന്ന് പറഞ്ഞാണ്. പലതരത്തിൽ ഗ്രഹിക്കാം. അപ്പൊ ശബ്ദജ്ഞാനം ഒരുപോലെ, അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദബോധം അല്ലെങ്കിൽ അതിന്റെ താല്പര്യം വ്യത്യസ്തമായി വരാം. അത് വ്യക്തിയുടെ സംസ്കാരം അനുസരിച്ചാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അർത്ഥം തോന്നണ്ടേ എന്ന് ചോദിക്കുന്നതിന് കാര്യമില്ല. പക്ഷേ ആ ശബ്ദബോധം ഒരുപോലെയാണ്. അത് ആന്ന് പറഞ്ഞപ്പോൾ ഈ എന്നാണ് ഞാൻ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർവപ്രമാണ വ്യവഹാരവും ലുപ്യത. പിന്നെ നമുക്ക് തമ്മിൽ ആശയവിനിമയം നടത്താൻ ഒക്കത്തില്ല. ഞാൻ ആന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഊന്നാണ് കേൾക്കുന്നതെങ്കിൽ എനിക്കിവിടെ നിർത്തേണ്ടി വരും. ഒന്നിൽ എനിക്ക് കുഴപ്പം, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് കുഴപ്പം. അതുകൊണ്ട് അത് പ്രമാണ വ്യവഹാരം എന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ തകരാറ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങളിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ യുക്തിയെ ആശ്രയിക്കാതിരുന്നു കഴിഞ്ഞാൽ, പ്രമാണങ്ങളെ ആശ്രയിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആശയവിനിമയം സാധ്യമല്ലാതെ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാൻ, ആശയവിനിമയം ചെയ്യാനും തത്വമോ അതത്വമോ ഒന്നും ബോധിപ്പിക്കാൻ കഴിയാതെ വരും. തഥാച ന്യായവിദഃ സാഖ്യമീമാംസകാദയോ അസംസാരിണോ അഭാവം യുക്തിശതൈഹി പ്രതിപാദയന്തി. സ്വഭാവമപി ജഹ്യാചേദഗ്നിശീതോ ഭവേദ് ധ്രുവം സർവപ്രമാണകോപശ്ച സർവം സ്യാദ് അധരോത്തരം പറയുന്നു. വാർത്തകാരൻ പറയുന്നു, സ്വഭാവമപി ജഹ്യാചേദ് അഗ്നിശീതോ ഭവേദ്. അഗ്നി അതിന്റെ സ്വഭാവത്തെ വിടുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഒരുവൻ അഗ്നിയെ അങ്ങനെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അഗ്നിശീതോ ഭവേദ്. അഗ്നിശീതം എന്ന് പറയേണ്ടി വരും. എന്റെ അനുഭവമാണ് എന്ന് പറയുന്നു. അല്ലേ, ചിലര് തീയിൽ ചാടിയൊക്കെ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്നവരുണ്ടല്ലോ. അത് കണ്ടുകൊണ്ട് ഒരാൾ പറയണം അഗ്നിശീതമാണ്. ഒരു ചില മരുന്നും മന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് അഗ്നി കൊണ്ട് ദാഹമേൽക്കാതെ പ്രവർത്തിക്കും. അത് കണ്ടിട്ട് ഒരാൾ പറയുകയാണ്, ഓ അഗ്നി എന്റെ സ്വഭാവത്തെ വിട്ടിരിക്കുന്നു, അത് ശീതമാണ്. അത് സംഭവിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവപ്രമാണകോപസ്ഥ, ഈ പ്രമാണ പ്രമേയ വ്യവഹാരം, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു നിറത്തെ, ചെവി കൊണ്ട് കേൾക്കുന്നു ശബ്ദത്തെ, നാക്കുകൊണ്ട് രുചിക്കുന്നു, ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. അവ്യവസ്ഥമായിട്ടാണ് പോകുന്നത്. അല്ലല്ലോ കണ്ണുകൊണ്ട് അല്ലല്ലോ നമ്മൾ രസിക്കുന്നത്, രുചിക്കുന്നത്. കണ്ണുകൊണ്ടല്ലോ വചിക്കുന്നത്, പറയുന്നത്. ഇന്ദ്രിയം കൊണ്ടല്ലോ നിറത്തെ കാണുന്നത്. ഈ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. പ്രപഞ്ചത്തിൽ നിശ്ചിതമായ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് പറയുന്നത് നടന്നു പോകുന്നത്. ഇതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരാൾ പറയണം അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം സ്യാദ് അധരോത്തരം, ഇവിടെയെല്ലാം കീഴ്മേൽ മറിയും. പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ ആവും. എന്നുവെച്ചാൽ പൂർണ്ണ ഭ്രാന്തായി പോകുന്നത്. അതാ സംഭവിക്കുന്നത്. എല്ലാം കീഴ്മേൽ മറിയെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വ്യവസ്ഥകളെ നിയമങ്ങളെ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയും പൂർണ്ണമായൊരു ഭ്രാന്തം, പൂർണ്ണമായും ഭ്രാന്തമായൊരവസ്ഥ.
പിന്നെ ആ ഒരു അവസ്ഥ എന്താണെന്ന് അവിടെ ചെന്ന് നോക്കിയാലേ മനസ്സിലാവും. ഇവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. അതല്ല, ഇത് നിശ്ചിതമായ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രമാണപ്രമേയങ്ങൾക്കനുസരിച്ച് ജീവൻ ഈ ലോകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് പറയുന്നത് എന്താണ്? യുക്തി ആവശ്യമാണ്. വിശേഷിച്ചും ആത്മതത്വവിചാരത്തിന് യുക്തിയെ, അല്ലെങ്കിൽ നമുക്ക് യുക്തി ഉപേക്ഷിക്കാം. എങ്ങനെ? ഈ പ്രമേയ വ്യവസ്ഥയിൽ ഒരു നിയമമില്ലാതെ പറഞ്ഞു. കണ്ണുകൊണ്ട് നമുക്ക് രുചിക്കാൻ കഴിയും, ചെവി കൊണ്ട് കാണാൻ കഴിയും. അങ്ങനെ ഈ വ്യവസ്ഥയ്ക്കൊരു ഭംഗമുണ്ടെങ്കിൽ നമുക്ക് യുക്തിയും വിടാം. കാരണം ഈ വ്യവസ്ഥകളാണ് പറയുന്നത് യുക്തി ആവശ്യമാണ്. അത് ഈ വ്യവസ്ഥകളുടെ സൃഷ്ടിയാണ് ഈ യുക്തി. ഈ യുക്തിയെ വിട്ടിട്ട് നിങ്ങൾ കേവലമായ ശ്രദ്ധയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മൂഢതയാവും. അപ്പോൾ ചോദിക്കും, ശ്രദ്ധ വേണം, പക്ഷെ അത് യുക്തിയെ അനുസരിക്കുന്ന ശ്രദ്ധയായിരിക്കും. ശ്രദ്ധ വേണം, വിശ്വാസം വേണം. സാധാരണ പറയാറുണ്ടോ, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, അതിനെല്ലാം ശ്രദ്ധ വേണമെന്ന്. അത് വേണം. പക്ഷെ ഈ പറയുന്ന യുക്തിയെ ആശ്രയിക്കുന്ന ശ്രദ്ധയായിരിക്കും. എന്തിനാ യുക്തിയെ ആശ്രയിക്കുന്നത്? കാരണം ഈ നിയമവും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈശ്വരനാണ്. യുക്തി വേണമെന്ന് നമ്മൾ പഠിപ്പിച്ച ഈശ്വരനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം തന്നത്. ഇത്രമാത്രം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും കൊടുത്തില്ല. ഇത് കുറച്ച് കൂടുതൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവൻ ഈ വ്യവസ്ഥയെ തിരിച്ചറിയുന്നത്. പ്രമേയ വ്യവഹാരം വ്യവസ്ഥിതമാണെന്നറിയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവന് ബുദ്ധി കൊടുത്ത് അവനെ മൃഗത്തെ പോലെ സൃഷ്ടിച്ചാൽ പോരെ? അങ്ങനെ വ്യക്തമായി വ്യവസ്ഥാപിതമായി ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിന് വിധേയമായ യുക്തിയെ സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് പറയുന്നു, ആചാര്യന്മാരെല്ലാം ന്യായമീമാംസാദികളെല്ലാം യുക്തിയെ ആശ്രയിക്കുന്നുണ്ട്. അവരവരുടെ തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടി അവരും എന്താണ് ഇതിനപ്പുറം അസംസാരിയായ ഒരുവൻ, അതായത് ഇപ്പം നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ഇതിനപ്പുറം ഒന്നുമില്ലെന്നാണല്ലോ പറയുന്നത്. ഇതൊരു ബോധസ്ഫുരണം. ഇതങ്ങ് പറഞ്ഞാൽ തീർന്നു, മരണം എല്ലാം അവസാനിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. യുക്തി ആശ്രയിക്കുന്നവൻ ഇതിനപ്പുറം ഒന്നുണ്ട് എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. അതാണ് അത് സൂചിപ്പിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാം. പക്ഷെ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നുവെച്ചാൽ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രമാണത്തെ യുക്തിയെ ആശ്രയിക്കുന്നവന് അതിനെ, അങ്ങനെ ഒരു തത്വത്തെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ തത്വവിചാരത്തിൽ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ ആ യുക്തിയെ ആശ്രയിക്കുക, ആ യുക്തിക്ക് അനുസരിച്ച് യുക്തിക്ക് അനുകൂലിക്കുന്ന ശ്രദ്ധയെ സ്വീകരിക്കുക, വിശ്വാസത്തെ സ്വീകരിക്കുക. അതിന് വിരുദ്ധമായത് പാടില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങളീ പറയുന്നത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ശ്രുതിയുടെ താല്പര്യം എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടത് ശരി എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ആരും പറയും ഞാൻ പറയുന്നതാണ് ശരി. അന്ധൻ പറയും എന്താണ്, സൂര്യൻ പ്രകാശമില്ലാത്തതാണ്. അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഇത് ശരി, അങ്ങനെ പറയാൻ പാടില്ല. പരിശോധിക്കുന്ന യുക്തിക്ക് ശരിയാണോ സ്വീകരിക്കുക, മുമ്പോട്ട് പോവുക. ഇനി യുക്തിയെ പരിഷ്കരിക്കണമെങ്കിൽ പരിഷ്കരിക്കുക, അതിന് ദോഷമില്ല. ഇന്നത്തെ യുക്തി നാളെ യുക്തി അല്ലാതാകും, അതൊക്കെ അതിൽ വരുന്ന ദോഷങ്ങൾ തന്നെ. പക്ഷെ ഈ വ്യവസ്ഥയെ സ്വീകരിച്ചേ പറ്റൂ. വഴി അതാണ്. എന്തുകൊണ്ട്? അതിന്റെ അടിസ്ഥാനമായ തത്വം ഇതാണ്. ഈ വ്യവസ്ഥ, ഈ ക്രമം,
എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റിയ ഒന്നല്ല. എത്ര ബുദ്ധിമാനോ കഴിവുള്ളവനോ ആകട്ടെ, മൂക്കുകൊണ്ട് അവന് രുചിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സംസാരിയായിരിക്കുന്ന ഇവന്റെ കഴിവിനപ്പുറമുള്ള ഒരു തത്വം ഇതിനെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഈശ്വര തത്വം എന്ന് പറയുന്നത്. അത് നമുക്ക് അനുസരിച്ചേ പറ്റും. ചിലർ പറയും യുക്തി ഉപയോഗിക്കരുത്, ശ്രദ്ധ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വ്യവസ്ഥയെ, ഈ നിയമത്തെ ലംഘിക്കണമെന്നാണ് പറയുന്നതിൻ്റെ. അവൻ ധരിക്കുന്ന അങ്ങനെയാണ്. ഈശ്വര സമർപ്പണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയെ നിഷേധിക്കുക എന്നുള്ളതാണ്. ഈശ്വര ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ യുക്തിയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഇത് ഈശ്വരൻ നേരിട്ട് ജീവന്റെ കൈ കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇതുപയോഗിച്ച് നിങ്ങൾ പരിശോധിക്കുക, ഇതുപയോഗിച്ച് മനസ്സിലാക്കുക, ഇതുപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? പിന്നെ അന്ധതയിൽ പോയി വീഴും. അന്ധതയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനെ ആശ്രയിക്കുക. അതിനെ ഭാഷ്യകാരനിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്, ഒരു പക്ഷത്തെ സ്വീകരിച്ചുകൊണ്ട്. ഇനി ഇതുപോലെ ഇത് കേൾക്കുമ്പോൾ ആർക്കും അവനവന്റെ സംസ്കാരം അനുസരിച്ച് എന്തും തോന്നും. എന്തും തോന്നാതിരിക്കാൻ വേണ്ടി ഭാഷ്യകാരൻ തത്വത്തെ പറയും. തത്വം കേൾക്കുമ്പോഴും ഒരുവന്റെ മനസ്സിൽ അവന്റെ സംസ്കാരം അനുസരിച്ച് ഗ്രഹിക്കാൻ പറ്റും. അതും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നു ശാങ്കര അദ്വൈതം നമ്മൾ മനസ്സിലാക്കുന്നു. ഏതൊരു തത്വത്തെ മനസ്സിലാക്കിയാലും അതിൽ ആത്മനിഷ്ഠ, ആത്മാംശമുണ്ട്. നമ്മൾ ചില ആചാര്യന്മാരോടും ചില സിദ്ധാന്തങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ പറയുന്നത് മറ്റൊരാളുടെ സിദ്ധാന്തമല്ല. അതിനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം, അതിനോട് സമാനതകളുള്ള, എന്തുകൊണ്ട് ഗ്രഹിച്ചിരിക്കുന്ന അവനവനാണ്. ഞാൻ പറയുന്ന തത്വത്തെ കേൾക്കുന്നവന് പറയാൻ പറ്റത്തില്ല. അവനവന്റെ ആത്മാംശത്തിലാണ് അതിനെ ഗ്രഹിക്കുന്നത്. ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത് എന്റെ ആത്മാംശം കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആത്യന്തികമായി ഒരുവന്റെ ഒരു ദർശനത്തിന്റെ, തത്വജ്ഞാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്ന അവന്റെ ആത്മാംശം കൂടെ ചേരുമ്പോഴാണ്. അതിനെ വിട്ടിട്ട് പറ്റത്തില്ല. ആത്മാംശം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സംസ്കാരം, ആ വ്യക്തിയുടെ വികാര വിചാരങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്നിട്ടാണ്. എന്നാലും നമ്മൾ പറയും എന്താണ്, ഇത് ശങ്കരാദ്വൈതമാണ്. നമ്മൾ ആവർത്തിച്ച് പറയും. എന്തുകൊണ്ട്? അതുമായിട്ട് ഇതിനൊരു കടപ്പാടുണ്ട്. അത് എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞതെന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. അല്ല, ശങ്കരാചാര്യർ പറഞ്ഞത് 100% അത് ശങ്കരാചാര്യൻ്റെ ഉള്ളൂ, വേറെ ഒരാളും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? നമ്മളാരും ശങ്കരാചാര്യരല്ല. നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരാണ്. ഓരോരുത്തരും അവനവന്റെ സംസ്കാരത്തെ അനുസരിച്ച് അതാര് എന്ത് ഉപദേശം എങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, ആത്യന്തികമായ ഒരു ബോധം, വിവേകം, അത് വ്യക്തിനിഷ്ഠമാണ്. പിന്നെ എന്തുകൊണ്ട് പറയുന്നത് ശാങ്കര ദർശനമാണ്? കാരണം ആ വാക്കുകളെ, ആ ചിന്തയെ നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുന്നു, അതിനെ നമ്മൾ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അത് പൂർണ്ണമായും അതാണ്, അത് സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. അത് ഇപ്പോൾ പറയുന്നതോ പരമ്പരയിലൂടെ ആ വിജ്ഞാനം വരുന്നു എന്ന് പറയുന്നു. അത് ആ പരമ്പരയിലൂടെ, അതുകൊണ്ടാണ് ആ വിദ്യ ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്തും മാറ്റം വരുന്നു. ശങ്കരാചാര്യരുടെ അദ്വൈതം ശിഷ്യന്മാർ തന്നെ വ്യാഖ്യാനിച്ചപ്പോൾ അത് അവരുടെ അദ്വൈതമായി മാറി. അതുകൊണ്ടാണ് അവിടെ പല പല പ്രസ്ഥാനങ്ങളുണ്ടായത്. നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ആ വേർതിരിവുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അതിന് പൊതുവായ ചില സ്വഭാവവും ചില സമാനതകളും ചില തത്വങ്ങളും
എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നുണ്ട് പറയും ഇതെല്ലാം ശാങ്കര വേദാന്തമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ആ തത്വത്തെ ഗ്രഹിക്കുന്നത് അവനവന്റെ നിലയ്ക്കായതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ആത്മബോധം വേറൊരാളുടെ ആത്മബോധം പോലെ വരത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഉപദേശങ്ങളെ ശ്രോതാക്കൾ അവരവരുടെ നിലയ്ക്ക് ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ നിന്നും മാറാൻ പാടില്ല. മുഖ്യതത്വമൊന്നും അതിനകത്തുണ്ട്, അതിൽ നിന്നത് വ്യതിചലിക്കാൻ പാടില്ല. പറയുന്നു സച്ചിദാനന്ദ സ്വരൂപമാണ്, നിത്യശുദ്ധ മുക്ത സ്വഭാവമാണ്, സർവാധാരമാണ്. ഇതെല്ലാം മുഖ്യ സിദ്ധാന്തമാണ്, എല്ലാവരും സ്വീകരിക്കുന്നു. ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അതിൻ്റെ തന്നെ താല്പര്യം എന്താണ്, ആ താല്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. പക്ഷേ ശ്രോതാവ് അവന്റെ സംസ്കാരമനുസരിച്ച് ഗ്രഹിക്കുമ്പോൾ വ്യതിചലിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നത് അങ്ങനെ ആയിക്കൂടെ, അവസ്ഥാന്തര വിശിഷ്ട അസംസാരി അങ്ങനെ ആയിക്കൂടെ. വേറൊരാൾ പറയുന്നു സംസാരിണോപി ജഗതുത്പത്തി സ്ഥിതി ലയക്രിയ കർത്തൃത്വ വിജ്ഞാനസ്യ അഭാവ അയുക്തം മറ്റൊരാളുടെ പക്ഷം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ മുഖ്യ സിദ്ധാന്തം എന്താണെന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഒരു ഒരു കറക്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചർച്ച നീണ്ടുപോകുന്നത്. അത് ഗ്രഹിച്ചവനെ സംബന്ധിച്ച് ആവശ്യമില്ല, അല്ലാത്തവന് അതാവശ്യമുണ്ട്. അതുകൊണ്ട് വീണ്ടും ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശിഷ്യത്തെ ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ.